ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ സ്കൂൾ തുറന്നിട്ട് സെക്കൻഡ് ഡേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തലേന്ന് സൺഡേ മക്കളെ മ്യൂസിക് ക്ലാസ് പോയപ്പോഴത്തെ ചെറിയ ക്ലിപ്സ് കൂടെ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പിന്നെ അങ്ങ് മദ്രസ പോയിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ. 6 മണി 6:04 മദ്രസ വെള്ളമെടുക്കും. അത് കഴിഞ്ഞ് 8 മണിയാകുമ്പോഴേക്കും മദ്രസ കൂട്ടണം. 8:30 ആകുമ്പോൾ സ്കൂൾ ബസ് വരും അല്ലേ. ഫുൾ തിരക്കായിരിക്കും. അപ്പോൾ അമ്പിളീനെ മദ്രസയിലാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് അങ്ങനെ ഒന്ന് നടക്കലുണ്ട് കേട്ടോ. അത് ചില സമയത്ത് മടി പിടിക്കലുണ്ട്, എന്നാലും ഞാൻ മാക്സിമം നടക്കാൻ ശ്രമിക്കലുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഒരു കമ്പക്കാട് എന്ന് പറയുന്നത്. നമുക്ക് നടക്കാനൊക്കെ പറ്റിയ ആരും ശല്യമില്ലാതെ ഭയങ്കര രസമാണ് കേട്ടോ. വയലും തോടും കുളവും ഒക്കെ ആയിട്ട് ആമ്പൽക്കുളമൊക്കെ ഉണ്ട് നടക്കാൻ പോകുന്ന വഴിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് നടക്കാൻ പോകുന്നത് ശരിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യം കേട്ടോ, കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല. അവിടെ എൻ്റെ വണ്ടി നിർത്തിയിട്ടുണ്ട്. അവിടെ നിർത്തിയിട്ടാണ് ഞാൻ പോരുന്നത്. ഒരു ചളിയൊന്നുമില്ല. ഇല്ല ബാ. ഹലോ ഓൾ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ എടുത്തിട്ട് എനിക്ക് എന്താ നല്ല ഭയങ്കര മടി പിടിച്ചിട്ടുണ്ട്. എന്താ കാരണം തന്നെ ക്യാമറ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടി. ഞാൻ എപ്പോഴും പക്ഷേ ടെൻഷനാണ് വീഡിയോ ഇട്ടില്ലല്ലോ എന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനൊരു ചെറിയ കുട്ടി വ്ളോഗാണ് കേട്ടോ. സ്കൂളൊക്കെ തുറന്നു, പിന്നെ കുട്ടികളെ സ്കൂളിലേക്ക് പോകാനുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തിരക്കുകൾ അങ്ങനെ ഉണ്ടായിരുന്നു. കുറച്ച് തിരക്കുകളും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നെച്ചു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ദുബായിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പെരുന്നാളിലൊന്നും വെച്ചുണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ പിന്നെന്താ, സ്കൂൾ തുറന്നു. ഇന്നലെയാണ് സ്കൂൾ തുറന്നത് കേട്ടത്. സെക്കൻഡ് ഡേ ആണ്. മോള് മദ്രസ രാവിലെ എനിക്ക് കുറച്ച് തിരക്ക് പിടിച്ച കുറച്ച് ഓട്ടങ്ങളുണ്ട് കേട്ടോ. ഒരു 8:30 വരെ ഇവിടെ യുദ്ധമാണ് തന്നെ പറയാം. കാരണം രണ്ടുപേരും 2 സ്ഥലത്തേക്ക് അയക്കണം. മോളിപ്പോൾ 10th അവൾക്ക് സ്കൂൾ ബസ് ഇല്ല. അപ്പോൾ അവൾ ലൈൻ ബസ്സിനാണ് പോകണം. അപ്പോൾ അവളെ ടൗണിലാക്കണം, മോളെ മദ്രസിലാക്കണം, കൂട്ടിക്കൊണ്ടുവരണം, മറ്റുള്ള ടൗണിലാക്കണം. പിന്നെ ഇവളെ അമ്പലിനെ വീണ്ടും സ്കൂൾ ബസ്സിലേക്ക് ആക്കണം. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര തിരക്കിലൂടെ കേട്ടോ രാവിലെ കുറച്ച് സമയം 8:30 വരെ കടന്നു പോകണം. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും മോളെ മദ്രസ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി പിന്നെ സീനൂട്ടീനെ ടൗണിലേക്ക് കൊണ്ടാക്കണം. അതിന് മുമ്പ് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ തന്നെ മക്രോണിയാണ് ഉണ്ടാക്കുന്നത്. മക്രോണി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചപ്പോൾ അതിൽ മക്രോണി ഇട്ടിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ ബാക്കി സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം, ക്യാരറ്റ്, മല്ലിച്ചപ്പാണ് കേട്ടോ. മല്ലിച്ചപ്പ്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മക്രോണി ഞാനെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. വെക്കുന്നത് കേട്ടോ. മക്രോണിയൊക്കെ ഓരോരുത്തരും ഓരോ സ്റ്റൈലാണ് വെക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റിലൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ കറിയിലൊക്കെ ഇട്ടിട്ടൊക്കെ ഇത് വേറെ സ്റ്റൈലാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന സംഭവം ഞാൻ കാണിച്ചിട്ടുണ്ടോ ചാനലിൽ എനിക്കറിയില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഇവിടെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കുന്നതാണ്. കുറച്ച് ഓയിൽ ഒഴിക്കാം.
ചിക്കൻ നേരത്തെ ഒന്നും മസാല പുരട്ടിയൊന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ കുറച്ച് പെപ്പറും സമയം കുറച്ച് സമയമുള്ളൂ. എനിക്ക് വീഡിയോ എടുത്തിട്ട് ഇനി ബസ് മിസ്സാവുമെന്ന് പോലും അറിഞ്ഞൂടാ. പെപ്പറും ഇതെടുത്തിട്ട് ചിക്കൻ ഒന്ന് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസ് അരി വെക്കാം. ഇത്രയും സാധനങ്ങൾ ബാക്കിയാണ്. ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഇത്രേ എടുത്തിട്ടുള്ളൂ. പുറത്തുനിന്ന് കാള് എടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ളും നല്ലതാണ് കേട്ടോ. പക്ഷെ മക്കൾ അധികം കഴിക്കില്ല. അതുകൊണ്ട് ഞാനൊരു ക്യാരറ്റിൻ്റെ ചെറിയൊരു കഷ്ണം, ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ചെറിയൊരു കഷ്ണം, ഉള്ളി ഹാഫ് എടുത്തിട്ടുള്ളൂ. അത്ര മതി. പിന്നെ ഇത് മല്ലിച്ചപ്പാണ് കേട്ടോ. ഞാനിങ്ങനെ കടയിൽ നിന്ന് വാങ്ങി അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ഞാൻ കുപ്പിയിലിട്ടു. കുറച്ച് ടിഷ്യൂ പേപ്പർ ഇട്ട് ഒന്നും ആവില്ല. എത്ര വളരെ കഴിയുന്നവരെ ഇങ്ങനെ ഇട്ടോളും. അതുപോലെ തന്നെ കറിവേപ്പില അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനത്തെ ലീഫ് ഐറ്റംസ് ഒക്കെ ഇതുപോലെ വെച്ചാൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് വെച്ചാൽ ഒന്നും ആവില്ല. ആ സാധനം തീരുന്നവരെ അത് ഉണ്ടാവും. ഇത് സ്കൂളിലേക്ക് ലഞ്ചിന് കൊടുത്തു വിടാനാണ് കേട്ടോ. അപ്പോൾ മദ്രസ വിട്ട് വന്നാൽ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ്, ചോക്ലേറ്റ് സാൻഡ്വിച്ചാണ്. ഒന്നും അത്ര നല്ലതൊന്നല്ല കേട്ടോ. അതൊന്നും കൊടുക്കലില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഇങ്ങനെ ആക്കാമെന്ന് കരുതിയതാണ്. കാരണം ഇന്നലെയൊക്കെ ദോശയാണ് കഴിച്ചത്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം സ്പെഷ്യൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കന്നെ ഒരു മടുപ്പ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ചോക്ലേറ്റ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് തന്നെ ഒരു ന്യൂട്രല്ല പോലെ ഒരു ചോക്ലേറ്റ് പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് പാൽ ഒഴിച്ച് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് പാലൊഴിക്കുക. അതിന് കുറച്ച് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് പാല് ചൂടായി വരുന്നുണ്ടോ. പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇങ്ങനെ മെല്ലോൻ്റെ മിക്സ് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് അത് ഇതുപോലെ ഫുൾ ഇടുന്നില്ല കേട്ടോ. അത്ര മതി. പിന്നെ അതൊന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുക. ഉപ്പൊന്നുമല്ലോ. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് മെൽറ്റായിട്ടോ. അതിലേക്കിപ്പോൾ ഞാൻ ഈ കോൺഫ്ലോർ കലക്കിയത് പെട്ടെന്ന് ന്യൂട്രലൊക്കെ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം തിക്കായിട്ടുള്ളൊരു ചോക്ലേറ്റ് പേസ്റ്റ് കിട്ടും. അത് ദോശയ്ക്കോ അല്ലെങ്കിൽ ബ്രെഡ് സാൻഡ്വിച്ചായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് തിക്കായി വരണം. എസൻസും കഴിഞ്ഞു. എസൻസ് വെച്ച് അപ്പോൾ ഇതുണ്ടത് നല്ല തിക്കായിട്ടോ. അതുണ്ടല്ലോ. അപ്പോൾ ഇത് ചൂടാകുമ്പോഴേക്കും ഒന്നും കൂടെ തിക്കാവും. അപ്പോൾ ഇത് നല്ല അടിപൊളി ന്യൂട്രലിനേക്കാൾ ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ. ഒരു ചോക്ലേറ്റ് ടേസ്റ്റ്. അത് നമ്മൾ ഡ്രീം കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചോക്ലേറ്റ് ടേസ്റ്റ് അല്ലേ, അതാണ് ഇത്. അപ്പോൾ മക്രോണി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മളുണ്ടാക്കിയ ചോക്ലേറ്റിൻ്റെ പേസ്റ്റ് കൊണ്ട് സാൻഡ്വിച്ച് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം കേട്ടോ. ചോക്ലേറ്റ് സാൻഡ്വിച്ച് ആക്കാം. ഇട്ടിട്ട് നമ്മൾ ആ പേസ്റ്റ് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ കഴിഞ്ഞതായി. അപ്പോൾ നമ്മളെ ന്യൂട്രലൊന്നും വാങ്ങി ക്യാഷ് കളയാതെ നല്ല അടിപൊളി ചോക്ലേറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കുക. എത്ര വേണ്ടത്. അപ്പോൾ നമ്മൾ മക്രോണിക്കുള്ള ചിക്കൻ റെഡിയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. ഇത് പല ഇതിലുണ്ടാക്കാം കേട്ടോ. അത് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുന്ന ഓയിലിൽ ഫ്രൈ ചെയ്യാതെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് അതിൽ വെജിറ്റബിൾ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും ഇതെല്ലാം അതിലേക്ക് ഇടാൻ പോവാണ്. ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ അതിലേക്ക് ഇടാം കേട്ടോ. ഇപ്പോൾ സമയം 7 മണിയായി കേട്ടോ. ഇനി 8:30 ആകുമ്പോഴേക്കും എല്ലാം റെഡിയായി. അമ്പിനെ കൂട്ടണം. അതിൻ്റെ ഇടയിൽ മടച്ച് പോയി കൂട്ടി വരണം. ഒക്കെ പണിയുണ്ട്. അപ്പോൾ
വെച്ചിട്ട് വേവിക്കട്ടോ. ഇത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് ഗീ ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഡെയിലി ഒന്നും ഇതുപോലുള്ള ഫുഡൊന്നും അല്ല കേട്ടോ. ദോശയും ഇഡ്ഡലിയും എല്ലാം ഉണ്ടാക്കുന്നത്. ഇന്ന് പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു സിമ്പിൾ ഐറ്റം. ഇപ്പം എത്ര മതി. ഇത് നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാണ്. അതിൻ്റെ കിടക്ക് ഞാൻ ലഞ്ചിനുള്ളതൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ രാത്രി കെറ്റിൽ ഞാൻ അങ്ങനെ വെള്ളം കരിങ്ങാലുള്ള തിളപ്പിച്ചിരുന്നു. അത് വീണ്ടും ബോട്ടിൽ. ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇതിൽ കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് സോയാ സോസ്, കുറച്ച് സോയാ സോസ്, അളവൊക്കെ എന്താ ഓരോ ടേബിൾ സ്പൂണൊക്കെ വെച്ച് ഒഴിച്ചാൽ മതി. പിന്നെ അതിൽ കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് പെപ്പർ പൗഡർ കൂടെ ആ സംഭവം കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ മക്രോണിയിലുള്ള ഐറ്റംസ്. വേണമെങ്കിൽ നമ്മൾ ഫ്രൈഡ് റൈസിലിടുന്ന പോലെ എഗ്ഗ് ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഈ സോസസ് ഒക്കെ ഒന്ന് ചിക്കനിലും വെജിറ്റബിൾസിലൊക്കെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ. അതിലേക്ക് നമ്മളെ വേവിച്ച് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സാധനങ്ങളൊക്കെ വിട്ടുപോയി. എന്തായാലും മാഗി ക്യൂബ്, ഒരു മാഗി ക്യൂബ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തില്ല ഗൈസ്, ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ സ്വാഭാവികം ചേർക്കല്ലേ. അപ്പോൾ ഞാൻ അതിന് പകരം അതിന് പൗഡർ ഇരിക്കും കേട്ടോ, അത് ചേർക്കണം. ഗാർലിക് പൗഡർ അത്ര ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇനി ഞങ്ങളതിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ആ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ റോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പച്ചച്ചുവ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതുപോലെ ചേർക്കാം. ഇതിൻ്റെയും ചുവ എന്താണെന്നും അറിയില്ല. ജിഞ്ചറാണ് കേട്ടോ. എന്താവും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കും. ഒരു സാധനം കൂടെ ഉണ്ട്, മല്ലിച്ചപ്പ്. അപ്പോൾ ഇതുണ്ടല്ലോ മക്രോണിയും അപ്പോൾ എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി പവർഫുൾ മക്രോണി ഇതാണ് കേട്ടോ. ടേസ്റ്റ് നോക്കാം. നമ്മുടെ മക്രോണി റെഡിയാണ് കേട്ടോ. മക്രോണി റെഡിയാണ്. അപ്പോൾ അത് പാത്രത്തിലാക്കാം. ഞാനിതാ ഇതുപോലെ സ്റ്റീൽ പാത്രമാണ് കുട്ടിയെ കൊടുത്തയക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ആ മോഡൽ പാത്രങ്ങളൊക്കെ വാങ്ങി
മതിയായതാണ് കേട്ടോ. അതൊക്കെ കുറച്ച് ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാവുമ്പോൾ ഒരു കംപ്ലൈൻറ്റും വരില്ല, കുട്ടികൾക്ക് ഹെൽത്തിനും പ്രശ്നമല്ല. അപ്പോൾ എനിക്ക് കേട്ടോ അത്ര മതി. നമ്മൾ ഇത്രയൊക്കെ കഴിക്കുള്ളൂ. ഇതിനൊക്കെ കുറച്ച് കറിയിട്ടുണ്ട്. ഞങ്ങൾ സെക്കൻഡ് ഡേ സ്കൂളിലേക്ക് പോവാണ്. അമ്പ്രി ഏതാ ക്ലാസ്? തേർഡ് എ. KG ബ്ലോക്കൊക്കെ മാറി, ചെറിയ കുട്ടികളുടെ ബ്ലോക്കിൽ നിന്നൊക്കെ മാറി പുതിയ ബിൽഡിങ്ങിൽ. സീനു, നമ്മൾ സെക്കൻഡ് വീവിയിലെ അതിനാ പെണ്ണും കൊണ്ട് എഴുതി തടിച്ച വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഉമ്മച്ചിൻ്റെ ഏട്ടത്തിൻ്റെ വീടാണ് കേട്ടോ. ഇവിടെ വല്യമ്മ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കാണാൻ വേണ്ടി വന്നത്. വെള്ളം അത് കൊടുത്ത് മുന്തിരി വെള്ളമില്ലാക്ക ഇതിൽ മുന്തിരി ഉണ്ടോ? എവിടെ? ഇതിന്റെ മുകളിലല്ല, ഓരന്റെ മുകളിൽ കാണുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണിച്ചു തരാം കേട്ടോ. അത് വല്യമ്മ നല്ല കർമൂസ, പഴുത്ത കർമൂസൻ്റെ കഷ്ണം അവിടെ വെച്ചതാണ്. അത് കൊത്തിയിട്ട് ഇവിടെ കുട്ടിയെ കൊണ്ടുപോകും. കോവക്കല്ലേ? ഞാൻ ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്മാവ്.
ഡിസൈൻ അടിപൊളി. ഇതെന്താ എവിടെ ഒട്ടിക്കാനാ? എവിടെ ഒട്ടിക്കാനാ? എല്ലാ സ്ഥലത്തും ഒട്ടി. ഇവിടെ ഒട്ടിക്കാൻ ബാക്കിയത് നല്ല ലൈറ്റ് കളറിൽ മാറ്റ് ഫിനിഷിലെ ഇത് അറേബ്യൻ ഡിസൈൻ. അടിപൊളി. ഇതങ്ങനെ വാളിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വേറെ ലെവലാവും. വയലറ്റ് പേരക്ക, വെള്ള ചാമ്പക്ക, റേഷൻ ഫ്രൂട്ട്, മുന്തിരി. അപ്പം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴാണ് നമ്മുടെ അയൽവാസിയായിട്ടുള്ള നമ്മളെ മാസിക്കുട്ടൻ അംഗൻവാടി പോകാൻ മടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെ കൂടെ അംഗൻവാടിയിൽ ബൈക്കിൽ കൊണ്ടുപോയി വിട്ടു കേട്ടോ. എന്നിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയത്. ഇതുമ്മ വന്നതാട്ടോ, നല്ല പച്ചക്കായ. എന്ത് ടേസ്റ്റ് പറയാം, നല്ല എരിവ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാ കിച്ചണിലെ ഇപ്പോഴത്തെ അവസ്ഥ. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. കണ്ടില്ലേ, ദോശമാവടക്കം ഇങ്ങനെ ഇരിക്കുക അവിടെ. അപ്പോൾ ഇത് ക്ലീനാക്കാം. മാവ് ഞാൻ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പണി അങ്ങനെയൊന്നും കഴിയൂല അല്ലേ. എല്ലാ പണിയും കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ അലക്കിയതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് ചായയോടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും വല്യമ്മയും കൂടെ ഒന്ന് കൽപ്പറ്റ പോയിട്ടുണ്ടായിരുന്നു. വല്യമ്മേൻ്റെ കാലിലൊരു ചെറിയ പെയിൻ ഉണ്ടായിരുന്നു, അത് കെട്ടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.